ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എത്ര ലക്ഷങ്ങൾ പൈസ കൊടുത്താലും നമുക്ക് മാർക്കറ്റിൽ ഒന്നും കിട്ടാത്ത ഒരു സാധനം ഉണ്ടായിരുന്നു. അതിന്ന് കരിഞ്ഞ് ഉണങ്ങിപ്പോയി. 1 വീക്ക് ബിഫോർ എൻ്റെ ചേനപ്പൂവ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഞാൻ ഇതിന് ചുറ്റിനുമൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത വീട്ടിലെ ആൻറ്റി പറഞ്ഞത്, ഈ ചേനപ്പൂ നമുക്ക് തോരൻ വയ്ക്കാൻ കൊള്ളുമെന്ന്. ഇത് പൂ വലുതായിട്ട് വിരിഞ്ഞ് വരുന്നതിന് മുമ്പായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞു പോയി. ഒന്നും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലല്ലോ. ഇതാണ് എത്ര ലക്ഷം കൊടുത്താലും നമുക്ക് കിട്ടാത്ത സാധനം. അതായത് ചേനപ്പൂവ്. ഏത് മാർക്കറ്റിൽ അന്വേഷിച്ചാലും ഇത് കിട്ടൂല. നമുക്ക് വീടുകളിൽ പറമ്പിലുണ്ടാകുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ആഴ്ച കപ്പ മൂത്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ വഴി ഒന്ന് നോക്കിയപ്പോഴാണ് ഈ ചേനപ്പൂവ് ഞാൻ കണ്ടത്. കപ്പയുടെ തൊട്ടടുത്ത് തന്നെയാണ് ചേനപ്പൂ നിൽക്കുന്നത്. കണ്ടാ, ഇപ്പോൾ കരിഞ്ഞുണങ്ങി നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം നല്ല സൂപ്പറായിരുന്നു ഗൈസ്. ഇതാണ് എൻ്റെ വാഴത്തോട്ടം. ഇതിനോട് ചേർന്ന് തന്നെയാണ് എൻ്റെ കപ്പയും. ഈ ചേനപ്പൂവ് മുഴുവനും വിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാറ്റമായിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ചേനപ്പൂവാണ് ഗൈസ് ഇത്. അടുത്ത ചേനപ്പൂ വരുന്നവരെ നമുക്ക് എവിടെയാണെന്ന് നോക്കി നോക്കി നടക്കണം. ഒരാഴ്ച മുമ്പ് ഇതിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ. പിന്നീട് ഇതിന് നാറ്റം വയ്ക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് അകലം പാലിക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് ഇത് നമുക്ക് മിസ്സാകാൻ കാരണം. ഇത് മുഴുവൻ വിരിയുന്നതിന് മുമ്പ് തന്നെ എടുത്ത് തോരൻ വെക്കണമെന്നാണ് ആൻറ്റി പറഞ്ഞു തന്നത്. നമ്മുടെ വീട്ടിൽ വേറെ കുറേ ചേനകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതിന്നെങ്കിലും ഒരു പൂവുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഞാൻ മിസ്സാക്കില്ല. കണ്ടിപ്പായി നമ്മളത് ഉപയോഗിച്ചിരിക്കും. എന്താണെങ്കിലും ഇത് ചീത്തയായിപ്പോയി. അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇവൻ്റെ ഷേപ്പ് സൈസ് എന്ന്. ആയി നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് നഷ്ടമായ നമ്മുടെ ചേനപ്പൂവാണിത്. അടുത്ത സമയത്തേക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ചേനപ്പൂവാണ് ഗൈസ് ഇത്. ഇത് കണ്ട, അറിവില്ലായ്മയാണ് ഈ ഒരു ചീത്തയാകലിൻ്റെ കാരണം. അങ്ങനെ ഇതിപ്രാവശ്യത്തെ പോയി. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ല ഒരെണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം.